ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കവിത പാടിയാലോ? കവിതയുടെ പേരാണ് ബയാ ഹമാരി ചിടിയാ റാണി. പാർട്ട് 4. ആനന്ദമയി കവിത. बया हमारी चिड़िया रानी, तिनके लाकर महल बनाती, ऊंची डाली पर लटकाती, खेतों से फिर दाना लाती, नदियों से पर लाती पानी, तुझको दूर न जाने देंगे, दानों से आंगन बन देंगे, और हौज में भर देंगे हम मीठा मीठा ठंडा पानी, फिर अंडे से गीत जब निकलेंगे नन्हे बच्चे, तब हम आकर बारी बारी से कर लेंगे उनकी निगरानी, फिर जब उनके पर निकलेंगे उड़ जाएंगे, बया बनेंगे हम, तब तेरे पास रहेंगे, तुम मत रोना चिड़िया റാണി. ഈ കവിത എഴുതിയത് മഹാദേവി വർമ്മ. നമുക്ക് പുതിയൊരു കവിത നോക്കാം അല്ലേ? എന്താ കവിതയുടെ പേര്? ബയാ ഹമാരി ചിടിയാ റാണി. എത്രാമത്തെ കവിതയാണിത്? 4ാമത്തെ കവിതയാണല്ലേ? ഒരു ആനന്ദമയി കവിതയാണ്. ബയ എന്ന് വെച്ചാൽ എന്താ? ഏത് പക്ഷിയാണ്? തൂക്കണംകുരുവി. ഒരു ഗൗരയ്യ പറയുന്നത് കുരുവിയുടെ വിഭാഗത്തിൽ പെട്ടുള്ള ഒരു പക്ഷിയാണ് ബയ. അതായത് തുന്നൽക്കാരൻ പക്ഷി അങ്ങനെയൊക്കെ പറയും. വിവർ ബേർഡ് എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. മനസ്സിലായോ? ബയ എന്നാണ് അതിന് പറയുന്നത്. ആ പക്ഷിയുടെ പേരാണ് അത്. നമ്മുടെ പക്ഷികളുടെ റാണിയാണെന്നാണ് പറയുന്നത്. ഹമാരി എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ. ചിടിയാന്ന് വെച്ചാൽ എന്താ? പക്ഷികളുടെ റാണിയായിട്ടാണ് ആരറിയപ്പെടുന്നത്? ബയ എന്നുള്ള ഈ പക്ഷി അറിയപ്പെടുന്നത്. കണ്ടോ അതിൻ്റെ കൂട്? കണ്ടോ? അത് ഒരു തുന്നൽക്കാരനൊക്കെ ചെയ്യുന്നത് പോലെ അത്രയും ഭംഗിയായിട്ടാണ് അത് അതിൻ്റെ കൂടുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? കണ്ടോ? തയ്യൽക്കാരൻ പക്ഷി എന്നൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്? ബയാ ഹമാരി ചിടിയാ റാണി, തിൻകെ ലാക്കർ മഹൽ ബനാത്തി. അല്ലേ? ബയ എന്ന് വെച്ചാൽ എന്താണ്? ആ കുരുവി പോലെയുള്ള പക്ഷി എങ്ങനെയാണ് നമ്മുടെ പക്ഷികളുടെ റാണിയാണെന്ന് പറയാണ്. തിൻകെ ലാക്കർ മഹൽ ബനാത്തി, അതിന്റെ കൂടെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? തിൻകെ എന്ന് വെച്ചാൽ എന്താ സാധനം? പുല്ലാണ്. പുല്ല്, ചെറിയ ചെറിയ നാരുകള്, വൈക്കോല് എന്നൊക്കെയുള്ള അർത്ഥമാണ് തിൻകെ. ആ തിൻകെ കൊണ്ടുവന്നിട്ട് എന്താണ്? ലാക്കർ കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് അതിന്റെ കൂടുണ്ടാക്കിയിരിക്കുന്ന. മഹൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൊട്ടാരം എന്നുള്ള അർത്ഥമാണ്. അതായത് എല്ലാവർക്കും അവരവരുടെ വീട് കൊട്ടാരാണല്ലേ? കണ്ടോ അതിന്റെ കൂട്? കണ്ടോ? ആ കൂടുണ്ടാക്കിയിരിക്കുകയാണ്, അതിന്റെ കൊട്ടാരം നിർമ്മിച്ചിരിക്കുകയാണെന്ന്. ബനാത്തി എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഊഞ്ചി ഡാലി പർ ലഡ്കാത്തി, എവിടെയാണ് അതിന്റെ ആ കൂടുണ്ടാക്കിയിരിക്കുന്നത്? വളരെ ഉയരത്തിലുള്ള ഒരു മരത്തിന്റെ ഡാലി എന്താണ്? കൊമ്പിലാണ് അത് തൂങ്ങി കിടക്കുന്നത് അല്ലേ? ലഡ്കാത്തി എന്ന് വെച്ചാൽ എന്താണ്? തൂങ്ങി കിടക്കാണ്. കണ്ടോ? ആ മരത്തിന്റെ കൊമ്പിൽ അത് തൂങ്ങി കിടക്കുന്നത് കാണാം. നമുക്ക് കാണാം അല്ലേ? ആ പക്ഷികളതേ നാരുകള്, വൈക്കോലിന്റെയും അതുപോലെ ചെറിയ ചെറിയ പുല്ലിന്റെ ഒക്കെ നാര് കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷി കൊണ്ടുവന്നിട്ടുണ്ട്, മറ്റൊരു പക്ഷി അത് പിടിച്ചു നിൽക്കുന്നുണ്ട് അല്ലേ? ഗേത്തോം സെ ഫിർ ദാനാലാത്തി, പിന്നെന്താണ്? എവിടെ നിന്നാണ് അത് ധാന്യം കൊണ്ടുവരുന്നത്? ദാന എന്ന് വെച്ചാൽ എന്താണ്? ധാന്യാണ്. ധാന്യം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഗേത്ത് എന്ന് വെച്ചാൽ എന്താണ്? കൃഷിസ്ഥലം, വയൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം അല്ലേ? ആ ധാന്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. നദിയോം സെ പർ ലാത്തി പാനി, നദികളിൽ നിന്ന് അത് എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഭക്ഷണം വേണം, അതോടൊപ്പം തന്നെ വെള്ളം വേണം അല്ലേ? വെള്ളമൊക്കെ അത് എന്താണ്? നദിയോം സെ, നദികളിൽ നിന്ന്, ബർലാത്തി പാനി, നിറച്ച് കൊണ്ടുവരികയാണ് എന്ത്? വെള്ളം അല്ലേ? അടുത്ത വരിയിൽ എന്താ പറയുന്നത്? തുജ്കോ ദൂർ ന ജാനേ ദേംഗെ, ദാനോം സെ ആഹൻ ഭർ ദേംഗെ, और हौज में भर देंगे हम मीठा मीठा ठंडा पानी. ഇത് പറയാണ് പക്ഷിയോട്. കുട്ടി പറയാണ്, എന്താ പറയുന്നത്? നിന്നെ ഞാൻ ദൂരെ പോകാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയാണ്. ദൂർ എന്ന് വെച്ചാൽ എന്താണ്? ദൂരെ. ന ജാനേ ദേംഗെ, പോകാനായിട്ട് സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന് പറയാണ്ട്. തുജ്കോ എന്താണ്? ആരേനെയാണ്? ആ പക്ഷിയല്ലേ? ദാനോം സെ ആംഖൻ ബദേങ്കെ, എന്തിനാണ് അത് ദൂരേക്ക് പോകുന്നത്? കൂടുണ്ടാക്കി കഴിഞ്ഞില്ലേ, ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും ദൂരെ പോകുന്നുണ്ടാവുക? ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അറ്റം മുഴുവൻ. ആംഖൻ എന്ന് വെച്ചാൽ എന്താ? മുറ്റാണ്.
മുറ്റം മുഴുവൻ ഞാൻ എന്താണ് ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കാന്ന് പറയാണ്. അപ്പൊ പിന്നെ ധാന്യത്തിന് വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് എന്താ പറയുന്നത്, ഓർ ഹൗജ് മേ ഭർദേങ്കെ ഹം. ഹൗജ് എന്ന് വെച്ചാൽ എന്താണ്, ഹൗജ് എന്ന് വെച്ചാൽ കുളം എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ്, പക്ഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കൂ അല്ലേ. ഇപ്പൊ പറയുന്നില്ലേ, വേനൽക്കാലത്തൊക്കെ പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ, പക്ഷികളും അതുപോലെ ജീവികളൊക്കെ അല്ലേ. അപ്പൊ അവയ്ക്ക് വേണ്ടിയിട്ട് പാത്രത്തിലോ മൺപാത്രത്തിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും വെള്ളം ശേഖരിച്ച് നിറച്ച് വെക്കാനായിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു പാത്രത്തിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളം നിറച്ച് വെക്കാന്ന് പറയാണ്. മീട്ടാ മീട്ടാ ഡണ്ടാ പാനി. എങ്ങനെയുള്ള വെള്ളമാണ് നിറച്ചു വെക്കുന്നത്, നല്ല മധുരമുള്ളതും തണുത്തതുമായിട്ടുള്ള വെള്ളം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ ആ പാത്രത്തിൽ നിറച്ചു വെക്കാന്ന് പറയാണ്. അടുത്ത വരിയിൽ എന്താ പറയുന്നത്, ഫിർ അണ്ടേ സേകി തൂജം നിക്കലെങ്കി നന്നെ ബച്ചേത്ത. പിന്നീട് എന്താണ്, മുട്ടയിടൂ അല്ലേ. ആ കൂട്ടില് പക്ഷി മുട്ടയിട്ടിട്ട് അതിന് അടയിരിക്കും അല്ലേ. സേകി അടയിരിക്കുന്നത് കേട്ടില്ലേ. ആ മുട്ടയ്ക്ക് ചൂടൊക്കെ ഇതായിട്ടാണ് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരിക അല്ലേ. അപ്പൊ പിന്നീട് എന്താണ്, മുട്ടയിട്ടിട്ട് ആ മുട്ടയ്ക്ക് അടയിരിക്കും തൂജം. അപ്പോൾ എന്താണ്, നിക്കലെങ്കി നന്നെ ബച്ചേത്ത. അപ്പൊ അതിന് എന്താ പുറത്ത് വരുന്നത്, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ പുറത്തു വരും അല്ലേ. ബച്ചേ തബ് ഹം ആക്കർ ബാരി ബാരി സെ കർലെങ്കി ഉൻകി നിക്കരാനി. ഞങ്ങൾ വന്നിട്ട് എന്താണ്, മാറി മാറി, ബാരി ബാരി എന്താണ്, മാറി മാറി ഓരോരുത്തരായിട്ടെന്ന് പറയാണ്. കർലെങ്കി ഉൻകി നിക്കരാനി, അതിനൊക്കെ കാത്തു സംരക്ഷിക്കാന്ന് പറയണം. അല്ലെങ്കിൽ എന്താണ്, മുട്ടേനൊക്കെ എടുത്തുകൊണ്ടുപോകാൻ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാനായിട്ട് എന്താണ്, വേറെ ജീവികൾ വരും അല്ലേ. ഇല്ലേ, പാമ്പ് വരാം, അതിനൊക്കെ കൊത്തിക്കൊണ്ടുപോകാൻ, കഴുകനും അങ്ങനെയുള്ള പക്ഷികളൊക്കെ വരാം അല്ലേ. അപ്പൊ അതൊന്നും വരാതെ അതിനൊക്കെ കാത്തു സംരക്ഷിക്കാന്ന് പറയാണ്. ഫിർ ജബ് ഉൻകെ पर निकलेंगे उड़ जाएंगे बया बनेंगे हम तब तेरे पास रहेंगे तू मत रोना चिड़िया റാണി. ഫിർ ജബ് ഉൻകെ पर निकलेंगे. പറന്നുള്ളതിന് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന അർത്ഥം എന്താണ് പറന്നുള്ളത്, മേം പർ സേ കാക്കേ കീക്കോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ, അതായത് എന്താണ്, വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് പ്രയോഗിക്കുന്ന കാരക ചിഹ്നങ്ങളുണ്ട്. അതിലുള്ള ഒരു വാക്കാണ് പറന്നുള്ളത്. അതായത് എന്താ, മേം എന്ന് വെച്ചാൽ ഇല്ലുള്ളിൽ, പറന്ന് വെച്ചാൽ മേൽ മുകളിൽ നിന്നാണ്. ആ പറല്ല പക്ഷെ ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ് അർത്ഥം, ഫിർ ജബ് ഉൻകെ पर निकलेंगे. പറന്നുള്ളതിന് മറ്റൊരു അർത്ഥമുണ്ട്, എന്താണ്, അതിൻ്റെ ചിറക് എന്നുള്ള അർത്ഥമാണ് ഇവിടെ അർത്ഥത്തിൽ, പങ്ക് എന്നുള്ള അർത്ഥത്തിൽ. അതായത് പിന്നീട് എന്താണ്, അതിന് ചിറക് മുളയ്ക്കും അല്ലേ പക്ഷികൾക്ക് അല്ലെ, എന്നാലല്ലേ അതിന് പറന്നു പോകാൻ പറ്റുള്ളൂ. ഫിർ ജബ് ഉൻകെ पर निकलेंगे, പിന്നീട് അതിനെന്താണ്, ചിറകുകളൊക്കെ മുളയ്ക്കും, ഉണ്ടാവും അല്ലെ. ഉഡ്ജായെങ്കിൽ ബയാ ബനെങ്കിൽ, അങ്ങനെ അത് പറന്നു പോവും അല്ലെ. ഉഡ്ന എന്നുള്ളതിന് വേറൊരു, ഈ ഡാ മാറിപ്പോയ വേറൊരു ഡാ വന്ന, പൂജ ഉണ്ടാവുന്ന അർത്ഥം മാറിപ്പോ. ഇവിടെ ഉഡ്ജായെങ്കിൽ എന്നുള്ളതിന് എന്താ അർത്ഥം, പറന്നു പോകുക എന്നുള്ള അർത്ഥമാണ്. ചിറകുണ്ടായിട്ട് അത് പറന്നു പോകും അല്ലേ. അങ്ങനെ അത് ആരായി തീരും, ബയാ ബനെങ്കിൽ. ബയ എന്ന് വെച്ചാൽ എന്താണ്, ആ പക്ഷിയായി തീരും, കുരുവിയായി തീരും അല്ലേ. തുന്നൽക്കാരൻ പക്ഷി, വിവർ ബേഡായി തീരും. ഹം തബ് തേരെ പാസ് രഹെങ്കി തൂമത്ത് രോന ചിടിയാ റാണി. നിങ്ങളെല്ലാവരും എന്താണ്, നിന്റെ അരികിലുണ്ടാവും എന്ന് പറയാണ്, നിന്റെ അടുത്തുണ്ടാവും എന്ന് പറയാണ്. പാസ് എന്ന് വെച്ചാൽ എന്താണ്, അരികെ അടുത്ത് എന്നിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. തൂമത്ത് രോന ചിടിയാ റാണി, അതുകൊണ്ട് നീ ഒരിക്കലും കരയേണ്ടതില്ല എന്ന് പറയാണ്. ചിടിയാ റാണി, പക്ഷികളുടെ റാണി എന്ന് പറയാണ്. മത്ത് എന്നുള്ളതിന് എന്താ അർത്ഥം, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നഹി നമ്മൾ അർത്ഥം പറഞ്ഞില്ല, അതുപോലെയുള്ള ഒരു അർത്ഥമാണ്. രോന എന്ന് വെച്ചാൽ കരയുക എന്നുള്ള അർത്ഥമാണ്. തൂമത്ത് രോന എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരിക, കരയേണ്ടതില്ല, കരയരുത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്, മത്ത് എന്നുള്ള വാക്കിന് വരിക കേട്ടോ. അപ്പം നീ ഒരിക്കലും കരയേണ്ടതില്ല, പക്ഷികളുടെ റാണി എന്ന് പറയാണ്. ആരാണ് ഇത് എഴുതിയത്, മഹാദേവി വർമ്മ എഴുതിയിട്ടുള്ള നല്ലൊരു കവിതയാണല്ലോ ഇത്. കണ്ടോ, പക്ഷിയുടെ കൂട് കാണാൻ പോലും പുല്ലൊക്കെ കൊണ്ടുവരുന്നത് കാണാണ്ട്, കൊമ്പിൽ അത് തൂങ്ങി കിടക്കുന്നത് കാണാണ്ട് അല്ല, നല്ല കവിതയല്ലേ ഇത്.